കേരള ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കൈറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് എങ്ങനെയാണ് ജി സ്യൂട്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ സൈൻ ഇൻ ചെയ്യുന്ന മെത്തേഡും മൊബൈൽ ഫോണിൽ സൈൻ ഇൻ ചെയ്യുന്ന മെത്തേഡും പറയുന്നുണ്ടാവും. ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിൽ സൈൻ ഇൻ ചെയ്യുന്ന മെത്തേഡ് പറയാം. അപ്പോൾ കമ്പ്യൂട്ടറിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ ഇതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നത്. ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൽ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഗൂഗിൾ ക്രോം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ഇവിടെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യുക എന്ന് നോക്കാം. അതിനായി ആപ്ലിക്കേഷനിൽ നിന്ന് ഇന്റർനെറ്റ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ടായിരിക്കും. സിസ്റ്റം പാസ്വേഡ് കൊടുക്കുക, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അതല്ലെങ്കിൽ ടോപ്പിലുള്ള ബാറിൽ കാണുന്ന അവിടെ നിന്ന് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ വിൻഡോസ് ബേസ് ചെയ്തുള്ളൊരു സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഡെസ്ക്ടോപ്പിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ജിമെയിൽ എന്നാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആദ്യമായി ജിമെയിൽ തുറക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ചെയ്യേണ്ടത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യണം. ആദ്യമായിട്ടല്ല നമ്മളൊരു കമ്പ്യൂട്ടറിൽ ജിമെയിൽ തുറക്കുന്നത്, അതായത് നമ്മളെ പേഴ്സണൽ ജിമെയിൽ ഐ ഡി അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അവിടെ കാണുന്നുണ്ടാവുക. അവിടെയും നമ്മൾ ചെയ്യേണ്ടത് ജിമെയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ ജിമെയിൽ തുറന്നു വരും. പേഴ്സണൽ ജിമെയിൽ തുറന്നു വരുമ്പോൾ അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒന്നുകിൽ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് യൂസർ നെയിം കൊടുക്കാനുള്ള വിൻഡോ വരും. അവിടെ നമ്മൾ യൂസർ നെയിം നൽകണം. യൂസർ നെയിമിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് തന്നിരിക്കുന്ന ഫോർമാറ്റ് TR പെൻ നമ്പർ @kiteschool.in എന്നുള്ളതാണ്. സ്റ്റുഡൻസിനായി തന്നിരിക്കുന്ന യൂസർ നെയിം ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ S സ്കൂൾ കോഡ് .admission number @kiteschool.in എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ യൂസർ നെയിം ഈ തന്നിരിക്കുന്ന വിൻഡോയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് പാസ്വേഡ് നൽകാനുള്ള വിൻഡോ നമുക്ക് വരും. പാസ്വേഡ് അറിയുന്നതിനായി ടീച്ചേഴ്സ് ആണെങ്കിൽ സ്കൂളിലെ അഡ്മിൻ യൂസറെ കോൺടാക്ട് ചെയ്യുക. ഇനി കുട്ടികളാണെങ്കിൽ അവരുടെ ക്ലാസ് ടീച്ചറെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് കിട്ടുന്നുണ്ടാവും. ആ പാസ്വേഡാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ ഒരു വിൻഡോ വരും. അവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളുടേതായിട്ടുള്ള ഒരു പാസ്വേഡ്, പുതിയ ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മുകളിലും താഴെയും ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കൊടുക്കുന്ന പാസ്വേഡ് എന്താണോ അത് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടായിരിക്കണം. കാരണം സാധാരണ ഒരു ഇമെയിൽ ഐ ഡിയിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് അത് റീസെറ്റ് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഡ്മിനെയൊക്കെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ചേഞ്ച് ചെയ്യുന്ന പാസ്വേഡ് എന്ത് ചെയ്യുന്നു, നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു ഡയറിയിലോ നോട്ട്ബുക്കിലോ എഴുതി വെക്കണം. അതിനുശേഷം നമ്മൾ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ചില കമ്പ്യൂട്ടറുകളിൽ ചേഞ്ച് പാസ്വേഡിൻ്റെ ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മുകളിലും താഴെയും നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു. മുകളിൽ പാസ്വേഡ് കൊടുക്കുന്നു. കൺഫേം ചെയ്യാനായിട്ട് സെയിം പാസ്വേഡ് താഴെ കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യാനുണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ ജിമെയിൽ അക്കൗണ്ട് തുറന്നു വരും. ജിമെയിൽ അക്കൗണ്ട് തുറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നും നമ്മൾ കൊടുക്കുന്നു. തുടർന്ന് വരുന്ന വിൻഡോ, അത് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ വിൻഡോ കസ്റ്റമൈസ് ചെയ്ത് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ് അവിടെ വന്നിട്ടുള്ളത്. അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരെ അത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ജിമെയിൽ അക്കൗണ്ട് ഇതുപോലെ തുറന്ന് നമുക്കൊരു വെൽക്കം മെയിലൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ ഏറ്റവും റൈറ്റ് കോർണറിൽ കഴ്സർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ പേര് അവിടെ കാണാം. അതുപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൈറ്റിൻ്റെ എംബ്ലം കാണാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ ജിമെയിൽ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മളിത് മൊബൈൽ ഫോണിൽ ചെയ്യുന്ന രീതിയാണ് അടുത്തത് പറയാൻ പോകുന്നത്. മൊബൈൽ ഫോണിൽ കേരള ഗവൺമെൻറ് ജി സ്യൂട്ട് ഉപയോഗിക്കുമ്പോൾ സ്ക്രീൻ ലോക്ക് നിർബന്ധമായും ചെയ്യുക. അപ്പോൾ മൊബൈൽ ഫോണിലാകുമ്പോൾ എന്തായാലും ഒരു മൊബൈൽ ഫോണിൽ ഒരു ഇമെയിൽ ഐ ഡി, നമ്മളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിൽ പറഞ്ഞ പോലെ രണ്ട് മെത്തേഡ് പറയേണ്ട ആവശ്യമില്ല. എല്ലാ മൊബൈൽ ഫോണിലും ജിമെയിൽ ഐ ഡി ഓൾറെഡി ഉണ്ടാവും. ജിമെയിൽ തുറന്നതിന് ശേഷം നമ്മളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ നമ്മളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോട്ടോ അവിടെ കാണും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു.
ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ഇമെയിൽ ഐ ഡി ഉണ്ടോ അതെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ താഴെ ആഡ് അനദർ അക്കൗണ്ട് എന്ന് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഗൂഗിൾ സെലക്ട് ചെയ്യണം. ഫിംഗർ പ്രിന്റ് ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ലോക്ക് തുറക്കണം. ഇനി അതല്ല, ഒരു നമ്പർ ലോക്കാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ നമ്പർ ലോക്കിനുള്ള ഓപ്ഷൻ വരും. ആ നമ്പർ ലോക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസർ നെയിം, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള യൂസർ നെയിമാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡ് തന്നെ ഇവിടെ നൽകുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാത്തൊരു ഫോണാണെങ്കിൽ ഇതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും. നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. മുകളിലും താഴെയും ഒരേ പാസ്വേഡ് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഇതുപോലെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും. അതിൽ നമ്മൾ എഗ്രി എന്ന് കൊടുക്കണം. എഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജി സ്യൂട്ട് അക്കൗണ്ടിൻ്റെ ജിമെയിൽ തുറന്നു വരുന്നത് കാണാൻ പറ്റും. ചില ഫോണുകളിൽ ചിലപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി തന്നെയാണ്, പേഴ്സണൽ ജിമെയിൽ തന്നെയാണ് തുറന്നു വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ ഫോട്ടോയിൽ അല്ലെങ്കിൽ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഏറ്റവും അവസാനം നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ജിമെയിൽ ഐ ഡി കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ അക്കൗണ്ടിൻ്റെ ജിമെയിൽ തുറന്നു വരുന്നുണ്ടാവും. ഇങ്ങനെ തുറന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ പുതിയ ജി സ്യൂട്ട് അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ആയിട്ടുണ്ടായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ മൊബൈലിൽ ജി സ്യൂട്ട് അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം.